2023 എൻ്റെ ഒരു കൺസ്യൂമർ കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു പുതിയ വാഹനം എടുത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഡാമേജ് വെഹിക്കിളായിരുന്നു എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള കോൺവെർസേഷൻ നടന്നതിന് ശേഷവും എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാഹനം മാറ്റി വരികയോ അല്ലെങ്കിൽ കൊടുത്ത എമൗണ്ട് തിരിച്ചു തരികയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2,25,000 രൂപ ഉണ്ടായിരുന്നു. ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കേസ് പിന്നെ ഡിസ്ട്രിക്ട് കേസിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 4-5 മാസത്തോളം ഒരു നീക്കുപോക്കും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പലയിടത്തും തിരക്കാൻ പറഞ്ഞത് വർഷങ്ങളെടുക്കും, കേസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളതിൻ്റെ അപ്പോൾ എല്ലാ മാസവും ഇതുപോലെ കേസ് വിളിക്കുമ്പോൾ പോകുന്നു. അതുപോലെ ഈ എതിർഭാഗം എനിക്ക് വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഡ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ വാദിച്ചതും എല്ലാം. അപ്പം എതിർഭാഗത്തെ വക്കീൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു, വാദങ്ങളൊന്നും ശരിയായി പോകുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് കാലഘട്ടം എടുക്കും എന്നുള്ള കാര്യം എൻ്റെ ജോലിയിൽ നിന്ന് ഞാനിങ്ങനെ ലീവ് എടുത്തിട്ട് ഇതുപോലെ കേസിൻ്റെ പുറകെ നടക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിൽ ആക്ച്വലി 2 മെമ്പേഴ്സും ഒരു പ്രസിഡൻറ്റുമാണ് ഉള്ളത്. ഞാൻ പോകുമ്പോഴെല്ലാം ഒരു പ്രസിഡൻറ്റും ഒരു മെമ്പറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ഭാര്യ ഇതുപോലെ ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഈ ഉപ്പും തൈലവുമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അതുമായിട്ടാണ് കേസിന് പിന്നീട് ഒരിക്കൽ പോയത്. ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം 2 മെമ്പർ ഉണ്ടായിരുന്നു, ഒരു അതുപോലെ പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു. അഡീഷണൽ ഉണ്ടായിരുന്ന മെമ്പർ അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചു. അതുവരെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നിനും ഒരു നീക്കുപോക്കം ഉണ്ടാകാതെ പോയിരുന്ന കാര്യം അന്ന് ജസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ മെമ്പർ എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തു. എനിക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ ഇവിടെ ഉണ്ടായി. അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി. അതിനുശേഷം അടുത്തൊരു ദിവസത്തിലേക്ക് അത് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച തീയതിയിൽ ചെന്നപ്പോഴും എൻ്റെ വാഹനവും എൻ്റെ ഫുൾ എമൗണ്ട് റീഫണ്ട് തരാനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിധി. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോടതി വിധി മുന്നോട്ട് തന്നെ പോയി. ജനുവരി 2024 3-ാം തീയതി എനിക്ക് വിധി വന്നു. ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യണം, അതുപോലെ കോമ്പൻസേഷൻ എമൗണ്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ട്രിക്ട് കോർട്ടിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എതിർഭാഗം വക്കീൽ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ അത് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വിധി എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞാൻ അതിന് പുറകെ വീണ്ടും പോയി. അപ്പം മെയ്യിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മെയ്യിലെ കേസ് വീണ്ടും ഒക്ടോബറിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസ് പിന്നെ 2025 ജനുവരിയിലേക്ക് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ പോയപ്പം അന്വേഷിച്ചു കേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിന് ഇവരോട് താമസം എടുക്കുമോ, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി. അവിടെ അഡ്മിനിൽ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആരാണ് നിങ്ങളുടെ വക്കീലെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് വക്കീലൊന്നുമില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ എതിർഭാഗത്ത് ആരെന്ന് നോക്കിയപ്പം അവിടെ ഒരു പ്രശസ്തനായിട്ടുള്ളൊരു വക്കീലായിരുന്നു. അപ്പോൾ ആ വക്കീലിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് അഡ്മിനിലുണ്ടായിരുന്ന മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, റിജു ഇത് തന്നെ കൊണ്ട് കൂടുന്ന കാര്യമല്ല, കാരണം വളരെ സീനിയറായിട്ടുള്ള ഒരു വക്കീലാണ്, ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് നിൽക്കാൻ ജൂനിയർ വക്കീലന്മാർക്ക് പോലും മടി